ഹലോ ഇന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ വരയും കുറേ കേട്ട് കാശ് ഉണ്ടായിരുന്നു കൂടെ. ഇന്നത്തെ ദിവസം നമ്മുടെ ചേട്ടൻ്റെ നിശ്ചയമാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അച്ഛൻ്റെ മുടി വെട്ടണമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതങ്ങ് സെറ്റാക്കി. അത് കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോൾ ഒരാൾ കണ്ണെടുക്കാതെ ടി വിയിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. ചപ്പാത്തി മുട്ടക്കറി എടുത്ത് ഞാനും കൂടി കാശിലൂടെ കാർട്ടൂൺ കാണാം. അത് കഴിഞ്ഞ് കുളിച്ച് സെറ്റായി. ഇനി നിശ്ചയത്തിന് പോകാനുള്ള തയ്യാറെടുപ്പ്. എല്ലാവരും റെഡിയായി. ഇനി ചേട്ടൻ്റെ വീട്ടിലേക്ക്. അവിടെ എത്തിയപ്പോഴും എല്ലാവരും ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഒരാൾ ഉടുപ്പിടിക്കാനുള്ള പെടാപ്പാടാണ് ദാ ഈ കാണുന്നത്. പിന്നെ നമ്മുടെ കുട്ടിച്ചക്കന്മാരെ വെച്ചൊരു ഫോട്ടോ അങ്ങെടുത്തു. അവിടുന്ന് ഞങ്ങൾ എല്ലാവരുടെ മേക്കപ്പ് ഇടയിലേക്ക്. അവിടെ ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. ഇവിടെ ഇപ്പോഴും ഉടുപ്പിടിയിൽ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടനെത്തി. ഇനി ഫോട്ടോ ഷൂട്ടിങ്. കിട്ടിയ വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കയറി. ഇനി അമ്പലത്തിലേക്ക്. ദാ ഈ കാണുന്നതാണ് ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന ഞങ്ങളുടെ സ്കൂൾ. ഇതാണ് സ്കൂൾ ഗ്രൗണ്ട്. ഈ കാണുന്ന വലിയ മതിലാണ് നമ്മുടെ കമ്പനിയിലെ മതിൽ. ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം ഒരു വിധം കഴിഞ്ഞു. അമ്പലക്കുളത്തിൽ 2 മീനെ കാണാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം ഫുള്ള് പായൽ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ സെൽഫി എടുപ്പും ഫോട്ടോ എടുപ്പും. ഒരുങ്ങി കെട്ടി വന്നതല്ലേ. പിന്നെ നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും. അപ്പോഴേക്ക് ചടങ്ങ് തുടങ്ങാൻ സമയമായി. സ്റ്റേജിൽ ഫുള്ള് ആൾ നിറഞ്ഞു. ചടങ്ങ് തുടങ്ങി. ചടങ്ങ് കഴിഞ്ഞ് ആഹാരം കഴിക്കേണ്ടവർക്ക് കഴിക്കാമെന്ന് പറഞ്ഞതും എല്ലാവരും സ്കൂൾ വിട്ട പോലെ സദ്യപന്തലിലേക്ക് ഒരു പോക്ക. ബന്ധുക്കളെല്ലാവരും ഒത്തുകൂടിയ പരിപാടിയുണ്ട്. എല്ലാവരെയും കണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സെൽഫി. ഇനി സദ്യ കഴിപ്പ്. അവസാന പന്തി ആയതുകൊണ്ട് കുറച്ച് കറികളൊക്കെ കുറവുണ്ട്. പിന്നെ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി കയ്യും കഴുകി. ആ സമയം ചന്തു വീഡിയോ കോൾ വന്ന് ആ ഗ്യാപ്പ് ഫില്ലാക്കി. ഇവിടെ ഇപ്പോഴും ഫോട്ടോ എടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നേരം സ്റ്റേജിലിരുന്ന് റെസ്റ്റ്. പിന്നെ വണ്ടി കയറി വീട്ടിലേക്ക്. വണ്ടി വീടിൻ്റെ മുന്നിലെത്തി. ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഇനി വീടിൻ്റെ സിറ്റൗട്ടിൽ കുറച്ച് നേരം റെസ്റ്റ്. അപ്പോൾ അതാ കാശിയുടെ വക ഒരു ചെറുത്. പിന്നെ വീണ്ടും അകത്ത് കയറി റെസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ചെറിയ മീനെ കുപ്പിയിലിട്ടുണ്ടോ. പിന്നെ നമ്മുടെ ചേട്ടൻ വളർത്തുന്ന മീനൊക്കെ തീറ്റ കൊടുക്കാന്ന് കയറി. അത് കഴിഞ്ഞപ്പോൾ ആദ്യയുടെ കയ്യിൽ മീനിരിക്കുന്നുണ്ട്. കാശിക്കും വേണം മീൻ. പിന്നെ കുറച്ച് മീനെ കാശിക്കും പിടിച്ചു കൊടുത്തു ചേട്ടൻ. ഇനി ഇതിനെ വീട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ബൈ ബൈ ആൾ.